ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പോകുന്നതാണ് എൻ്റെ പ്രസാദേട്ടൻ. എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് പണി കിട്ടി ഗായ്സ്. തൊട്ടിയും പാത്രമൊക്കെ ആയിട്ട് നാക്കറി പറക്കിയൊന്നും പോകുന്ന പോക്കല്ല കാണുന്നത്. ഞങ്ങൾക്ക് അവിടെ താഴെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അവിടെ മോട്ടർ പിടിക്കണില്ല, വെള്ളമില്ല ഗായ്സ്. പക്ഷേ കിണറ്റിൽ വെള്ളമുണ്ട്, മോട്ടറിൽ വെള്ളം കയറി. ഞങ്ങൾ വെള്ളം കോരാൻ വന്നു. കിണറിനകം ഞാൻ കാണിക്കുന്നതാണ്. കണ്ടോ, ഇത്രയും ആഴമുണ്ട്, പക്ഷേ വെള്ളമുണ്ട് ഇഷ്ടത്തിന്. പക്ഷേ വെള്ളം കയറി വരുന്നില്ല. അതുകൊണ്ട് ഇതാ പ്രസാദേട്ടൻ വെള്ളം കോരിയെടുക്കുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. കണ്ടോ, കോരുന്ന മൊത്തം പ്രസാദേട്ടൻ. കണ്ടോ, ആദ്യമൊക്കെ കുറച്ച് വെള്ളം കോരി, പിന്നെ ലാസ്റ്റാണ് ഞാൻ വീഡിയോ പിടിക്കാമെന്ന് വെച്ച് വീഡിയോ പിടിച്ചത്. പാവം പ്രസാദേട്ടൻ. എൻ്റെ മോട്ടർ ഇപ്പോൾ പ്രസാദേട്ടനാണ്. അങ്ങനെ വെള്ളം കോരുകയാണ് ഞങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. പ്രസാദേട്ടൻ വെള്ളം കോരുന്നത് ഞാൻ ഇന്ന് വീഡിയോ പിടിക്കുന്നു. എങ്ങനെ ഞങ്ങൾ വെള്ളം കോരുകയാണ് കേട്ടോ. അതേ വെള്ളം കോരിക്കൊണ്ട് കണ്ടാ, 2 കാര്യം. ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? കണ്ടാ, എൻ്റെ പ്രസാദേട്ടൻ എന്ത് സ്പീഡിലാണ് വെള്ളം കൊണ്ട് പോകുന്നതെന്ന് നോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെ വെള്ളം കൊണ്ട് പോകാൻ? കണ്ട, ഈ ഏറ്റം കയറി വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. കണ്ടോ, ഇവിടെ എല്ലാം മണ്ണെടുത്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെയാണ്. ഇതാണ്ട് പ്രസാദേട്ടൻ വെള്ളം കൊണ്ട് വീട്ടിൽ വന്ന് കയറി. ഞാൻ പുറകെ ഓടുകയാണ്, ഫോണും കൊണ്ട് ഓടിയതാ വന്നു. വെള്ളം കൊണ്ട് പ്രസാദേട്ടൻ വീട്ടിൽ വന്നു. കൊണ്ടുവച്ചേ ഉള്ള വെള്ളമല്ല മൊത്തം കോരിക്കൊണ്ടുവന്ന് മുറ്റത്ത് മൊത്തം കളഞ്ഞ മനുഷ്യൻ. വെള്ളം കൊണ്ട് വെച്ച് ക്ഷീണിച്ച്. അയ്യോ, പക്ഷെ വെള്ളം കോരി ക്ഷീണം മൊത്തം എനിക്കാണ്. ഞാൻ തൊപ്പിയും വെച്ച് കയറി. വെള്ളം കോരിയ പ്രസാദേട്ടനാണെങ്കിലും ക്ഷീണം മൊത്തം എനിക്കാണ്. ഇതാണ് സത്യം.